അപ്പോൾ സഹൃദയരെ പിന്നെയും ഒരു നമസ്കാരമുണ്ട്. അനൂപ് വിൻസെൻ്റ് ഈ ഇന്ത്യൻ 2 അതിനെക്കുറിച്ച് പറയാനാണ്. വേറൊന്നുമില്ല പറയാൻ, വളരെ മനോഹരമായിട്ടുണ്ട് കോബേട്ട എന്ന് മാത്രമേ പറയാനുള്ളൂ. കാരണം നമ്മളൊക്കെ ശങ്കർ എന്നൊക്കെ പറയുമ്പോൾ ഓവർ ദ ടോപ്പ് ആക്ഷൻ, മനോഹരമായ ഗാനരംഗങ്ങൾ, മനോഹരമായ ഗാനങ്ങൾ, ഇതൊക്കെ ശങ്കർ പടത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ്. അതിൻ്റെ ഒരു പ്രധാന കാരണം AR റഹ്മാൻ്റെ സംഗീതം തന്നെയായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ അനിരുദ്ധിൻ്റെ പാട്ടായിട്ടുള്ള അർജുൻ കോക്കിൻ്റെ റിവ്യൂ ഞാൻ കണ്ടായിരുന്നു. പുള്ളി പറഞ്ഞ പോലെ പാട്ടായിട്ടിട്ടുള്ള അടിയാണ് ഇവൻ്റെ മെയിൻ പരിപാടി. അപ്പോൾ അത് ഞാൻ അവൻ്റെ എല്ലാ പാട്ടും മോശമാണെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ഈ സിനിമയ്ക്ക് ഒരു ഐഡൻറ്റിറ്റി ഉണ്ട്. ഐഡൻറ്റിറ്റിയുടെ ഭാഗം അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും അതിലെ പാട്ടുകളും തന്നെയാണ്. അത് AR റഹ്മാൻ തന്നെ ചെയ്യണമെന്നായിരുന്നു എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ ഇതൊരു ഐക്കോണിക്കായിട്ടുള്ളൊരു ക്യാരക്ടറാണ്. നമ്മൾ പണ്ട് വളരെ മനോഹരമായി കണ്ടിട്ടുള്ള സിനിമയാണ്. മനോഹരമായിട്ടുള്ള നമ്മൾ വളരെയധികം മനസ്സിൽ നിലനിൽക്കുന്ന കമലഹാസൻ്റെ സിനിമകളിലൊന്നാണ് ഈ സിനിമ. മറ്റൊരു സിനിമയും അൻപേസ് ഒഴിച്ച് കമലഹാസൻ്റെ തേവർ മകൻ പോലും എനിക്ക് അത്ര ഇഷ്ടമായിട്ടില്ല. അൻപേസിവും കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യൻ തന്നെയാണ്. അപ്പോൾ അതുപോലുള്ളൊരു ക്യാരക്ടറാണ് ഈ പറയുന്ന താത്തയോ എന്താണ് പറയണതിന്. എന്നിട്ട് പിന്നെ അത് രണ്ടാമത് കൊണ്ടുവരേണ്ട ഒരു കാര്യമില്ല. ചില കാര്യങ്ങളൊക്കെ അത് അങ്ങനെ ചെയ്തിരുന്ന അത് അതേപോലെ ഇരിക്കുന്നതാണ് നല്ലത്. ഇതിപ്പോൾ ഏതാണ്ട് വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന് പറഞ്ഞ അവസ്ഥയാണ്. പിന്നെ ഈ സിനിമയുടെ ഞാൻ ഒരു കാര്യം തുറന്നു പറയാം. ട്രെയിലർ കണ്ടപ്പോഴേ, ഈ സിനിമയെക്കുറിച്ച് ഞാൻ പറയുമ്പോൾ ഇതിൻ്റെ ട്രെയിലർ കണ്ടപ്പോഴേ നമ്മൾ എന്താ പറയുക, എനിക്ക് മനസ്സിലായിരുന്നു ഇത് ഒരു ഫ്ലോപ്പ് ആവാനുള്ള സാധ്യത. കാരണം ആ ട്രെയിലറിന് ഒരു തരത്തിലുള്ള ക്വാളിറ്റി ഇല്ല എന്നുള്ളതായിരുന്നു. അതിൻ്റെ പാട്ടായാലാവട്ടെ, എൻ്റെ ക്യാമറ വർക്കായാലാവട്ടെ, അതിൻ്റെ ഒരു ഗ്രാഫിക്സ് കാണിക്കുന്നതാവട്ടെ, എന്തൊക്കെ ആയാലും ആ ട്രെയിലറിന് പോലും ഒരു ഉഷാറ് തരാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടായില്ല. ശങ്കർ സിനിമ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഒരുപാട് പ്രതീക്ഷിക്കും. അപ്പോൾ എന്തൊക്കെ ആവട്ടെ ഈ സിനിമ ഞാൻ വളരെ മോശം സിനിമ എന്ന് തന്നെയാണ് പറയുന്നത്. ഒരു വട്ടം കണ്ടു, അതിൻ്റെ ഹാങ് ഓവറിലിരിക്കുകയാണ് ഇപ്പോൾ ഞാൻ. അതുകൊണ്ട് ഇന്ന് കാലത്താണ് കണ്ടു തീർത്തത്. ജോലിയുടെ തിരക്കുണ്ട്, ജോലി സ്ഥലത്ത് വെച്ചിട്ടാണ് തീർന്നത്. ഇപ്പോൾ ഈ അറ്റയറിലൊക്കെ നിങ്ങൾ കാണുന്നത്. അപ്പോൾ അതിപ്പോൾ അങ്ങോട്ട് ആരും നോക്കണ്ട, അതാരും മൈൻഡ് ചെയ്യണ്ട. പക്ഷേ സിനിമ വളരെ മോശമാണ്. കാണുന്നവർക്ക് കാണാം. എൻ്റെ അഭിപ്രായത്തിൽ 5-ൽ ഒരു 2 സ്റ്റാറാണ് ഞാൻ കൊടുക്കുന്നത്. നന്ദി, നമസ്കാരം.